നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൽ. നമ്മൾ സംസാരിക്കുന്ന വിഷയം പാലായിലെ സ്ഥാനാർത്ഥിയായ മാണി സി കാപ്പൻ അദ്ദേഹം നേരിടുന്ന വെല്ലുവിളികളും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ചില പ്രശ്നങ്ങളുമായിട്ടാണ്. ആ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് സോണി എന്താ നമുക്ക് പറയാനുള്ളത്? ഇല്ല, മാണി സി കാപ്പൻ്റെ പാർട്ടി എന്ന് പറയുന്നത് KDP എന്ന് പറഞ്ഞൊരു പാർട്ടിയാന്ന് തോന്നുന്നു. ഈ ലോകത്ത്, ഈ കേരളത്തിൽ പോലും അങ്ങനെ ആൾക്കും അത്ര അറിയാൻ സാധിക്കുന്ന ഒരു പാർട്ടിയല്ല KDP എന്ന് പറഞ്ഞൊരു പാർട്ടി. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പലരിൽ നിന്നും നമ്മൾ അഭിപ്രായം ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ പാർട്ടി നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. പാലായിൽ ഏതാണ്ടോ 10-15 ആൾക്കാർ മാത്രമേ ആ പാർട്ടിക്കുള്ളൂ. ഇത് നാളുകളിൽ UDF ഒരു ബാധ്യതയാകാൻ സാധ്യതയുണ്ട് ഈ മാണി സി കാപ്പൻ്റെ പാർട്ടി. ഇപ്പം തുടക്കകാലത്തുണ്ടായിരുന്ന ആവേശവും ആളും അർത്ഥവും ഒന്നുമില്ല. അന്നുണ്ടായിരുന്ന പലരും ഇപ്പം മാണി സി കാപ്പൻ്റെ പാർട്ടി വിട്ട് ഇപ്പോൾ ജോസ് കെ മാണിയുടെ പാർട്ടിയിലേക്കും JSSലേക്കും ഒക്കെ കയറിപ്പറ്റുന്നതായിട്ടാണ് കാണുന്നത്. മാണി സി കാപ്പനെ പറ്റി വലിയ നല്ല അഭിപ്രായവുമില്ല. മാണി സി കാപ്പൻ്റെ പാർട്ടി ഇപ്പം ഓരോ 140 നിയോജകമണ്ഡലം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒന്നും 5 പേര് പോലും ഇല്ലേ മാണി സി കാപ്പൻ്റെ പാർട്ടിയുടെ അംഗങ്ങളായിട്ട് എന്ന് പറയാനായിട്ട്. അകപ്പാടെ പാലായിൽ ഒരു 10-15 പേരുണ്ട്. നേരത്തെ ഒരു 19 പേര് കാണുമായിരുന്നായിരിക്കാം. അവരെല്ലാം ഇപ്പം പാർട്ടി വിട്ട് ജോസ് കെ മാണിയുടെ പാർട്ടിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. മാണി സി കാപ്പന് അടുത്ത പ്രാവശ്യം ജയിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ലെന്നാണ് അദ്ദേഹമായിട്ട് അടുത്ത് നിൽക്കുന്നവർ പറയുന്നത്. കാരണം KM മാണി ചെയ്ത വികസന പ്രവർത്തനങ്ങളെ പൊക്കി പിടിച്ചുകൊണ്ട് അദ്ദേഹം എന്തൊക്കെയോ പ്രസ്താവന നടത്തുന്നത് അദ്ദേഹത്തിൻ്റെതായി വരുത്തി തീർത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പം ആദ്യം അദ്ദേഹം LDFിലായിരുന്നു, NCPയിലായിരുന്നു. LDFിൻ്റെ MLA ആയിട്ടാണ് പാലായി വരുന്നത്. അപ്പം ജോസ് കെ മാണി LDFിലേക്ക് പോയപ്പോൾ അദ്ദേഹം LDFിൽ നിന്ന് UDFിലേക്ക് വന്നു. മാണി സി കാപ്പൻ വന്നു. അപ്പം അദ്ദേഹം ഒരു പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ UDF അധികാരത്തിലെത്തിയാൽ ഒരു മന്ത്രിയാകുമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയായിരുന്നു. പക്ഷേ അപ്പോൾ അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് സ്വതന്ത്രനായിട്ട് മത്സരിക്കേണ്ടതായിട്ട് വന്നു ഈ മാണി സി കാപ്പന്. മാണി സി കാപ്പൻ ആദ്യം ഒരു പാർട്ടി, അപ്പം UDFുകാരെല്ലാം പറഞ്ഞു സ്വതന്ത്രനായിട്ട് നിൽക്ക്, പാർട്ടി വേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മാണി സി കാപ്പന് ഒരു ധാരണയുണ്ട്, UDF അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഒരംഗമേ ഉള്ളെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടും. അതാണ് മാണി സി കാപ്പൻ ചിന്തിച്ചത്. പക്ഷേ ഇലക്ഷൻ എടുത്തപ്പം മാണി സി കാപ്പൻ പാർട്ടിയെ രജിസ്റ്റർ ചെയ്യാൻ പോയി. മാണി സി കാപ്പന് രജിസ്ട്രേഷൻ കിട്ടിയില്ല. അദ്ദേഹം പിന്നെ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് KDP എന്നുള്ള പാർട്ടി എന്നുള്ള രീതിയിൽ അംഗീകാരം ഉണ്ടായത്. അപ്പം അന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റായിട്ട് വന്നത് സലീം പി മാത്യു എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അദ്ദേഹമൊക്കെ ഇപ്പം മാണി സി കാപ്പനുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ ഒരു സുപ്രഭാതത്തിൽ മാണി സി കാപ്പൻ പുറത്താക്കിയെന്നും കേൾക്കുന്നു. സലീം പി മാത്യു എന്ന് പറഞ്ഞൊരു നേതാവിനെ അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് രജിസ്റ്റർ ചെയ്ത KDP എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന സംസ്ഥാന പ്രസിഡന്റായിരുന്ന സലീം പി മാത്യുവിനെ പുറത്താക്കിയിട്ട് പണ്ട് മാണി സി കാപ്പൻ NCPയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിലയുറപ്പിച്ച KJ ജോസ്മോൻ എന്ന് പറഞ്ഞ ഒരാളെ പ്രസിഡന്റാക്കി കൊണ്ടുവന്നപ്പോൾ തൊട്ട് ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പൊട്ടിത്തെറി ആരംഭിച്ചെന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പം വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്ന CB തോമസിനെ പോലുള്ള ആൾക്കാരൊക്കെ, അദ്ദേഹം ട്രഷററായിരുന്നു. പാർട്ടിയുടെ രജിസ്ട്രേഷന്റെ കാര്യങ്ങളിലൊക്കെ അദ്ദേഹമാണ് ഓടി നടന്നിരുന്നത്. ധാരാളം പൈസയൊക്കെ ഇറക്കിയ ആളാണ് CB തോമസ്. അദ്ദേഹമൊക്കെ മാണി സി കാപ്പൻ്റെ പാർട്ടി വിട്ട് പുറത്തു പോയിരിക്കുകയാണ്. ഇപ്പം ഇവരൊക്കെ പറയുന്നത് മാണി സി കാപ്പൻ്റെ പാർട്ടിക്ക് ആളുമില്ല, കൂടെയില്ലെന്നാണ് പറയുന്നത്. ഒരു സ്ഥലത്തും മാണി സി കാപ്പൻ്റെ ബിസിനസ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഇപ്പം നമുക്ക് തന്നെ ഒരു വോയിസ് മെസ്സേജ് കിട്ടിയില്ലായിരുന്നു. അത് നമുക്ക് കേൾപ്പിക്കാൻ സാധിക്കും. കാരണം ഞങ്ങൾ നേരത്തെ മാണി സി കാപ്പനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. പാലായി മാണി സി കാപ്പൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോക്കും, ജോസ് കെ മാണി UDF റാഞ്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു. ഇത് കണ്ടിട്ട് മാണി സി കാപ്പൻ്റെ ഒരു ഭാരവാഹി ഞങ്ങൾക്കൊരു വോയിസ് അയച്ചു തന്നു. അത് ഞങ്ങളിപ്പോൾ നിങ്ങളെ കേൾപ്പിക്കാം. അപ്പം കേരളത്തിലൊക്കെ ഈ പാർട്ടി നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഇങ്ങനെയുള്ള ഈ ആൾക്കാരൊക്കെ എന്തിനാണ് UDF ചുമക്കുന്നത്? ശരിക്കും പറഞ്ഞൊരു ബാധ്യതയല്ലേ എന്നാണ് നമുക്ക് ചോദിക്കാം. അതിനകത്ത് വലിയ പ്രശ്നം എന്ന് വെച്ചാൽ UDF നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ജനാധിപത്യ മുന്നണി എന്ന് പറയുമ്പോൾ മാണിയുടെ കോൺഗ്രസ്, അതേപോലെ തന്നെ മുസ്ലിം ലീഗ്, കോൺഗ്രസ്, ഇവരായിരുന്നു അതിൻ്റെ 3 തൂണുകളായിരുന്നു, ശക്തമായ തൂണുകൾ. ആ തൂണിൽ ഒരെണ്ണമാണ് LDFിലേക്ക് പോയ ജോസ് കെ മാണിയുടെ ഗ്രൂപ്പ്. അത് UDFന് വല്ലാതെ ക്ഷീണം ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് വല്ലാതെ ക്ഷീണം ചെയ്തു. അല്ല, മാണി സി കാപ്പനെ അവർ ജോസ് കെ മാണിക്കെതിരെ UDFിലേക്ക് പൊക്കിക്കൊണ്ട് വന്നു. മാണി സി LDFിൽ നിന്ന് NCPന്ന് ഈ മാണി സി കാപ്പനെ അടർത്തി UDFിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി. മാണി സി കാപ്പനെ സ്വതന്ത്രനാക്കി നിർത്തി പിന്തുണ കൊടുക്കാനാണ് UDF ആഗ്രഹിച്ചത്. പക്ഷേ മാണി സി കാപ്പൻ ചിന്തിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുക, 4 പേരെ കൂട്ടുക, എന്നിട്ട് UDF അധികാരത്തിലെത്തിയ മന്ത്രിയാകുക. LDFിൽ NCPയിൽ നിന്ന് ഒരിക്കലും മന്ത്രിയാകാൻ പറ്റില്ല. അവിടെ അന്ന് തോമസ് ചാണ്ടി ഉണ്ടായിരുന്നു. അല്ല, ഇതിനകത്ത് വലിയൊരു ആരോപണം എന്ന് പറയുന്നത് ഈ പാർട്ടിക്ക് കൊടുക്കുന്ന കുറച്ച് സീറ്റുകളുണ്ട്, മറ്റേ ചെയർമാൻ സ്ഥാനം പോലെയുള്ള, കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം പോലുള്ള ആ സ്ഥാനങ്ങളിലേക്ക് ഒന്നും ഇവരെ അല്ല പരിഗണിക്കുന്നത്, പുറത്തു നിന്നുള്ള ആൾക്കാരെയാണ് പരിഗണിക്കുന്നത് എന്നുള്ള പരാതി ആ പാർട്ടി വളരെ. അല്ല, അത് പച്ചയായിട്ട് പറയാമല്ലോ. മാണി സി കാപ്പൻ ഒരു ചെറിയൊരു പാർട്ടി കൊണ്ട് വന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ്. മാണി സി കാപ്പൻ ഒരു മന്ത്രിയാകണം. ശരിക്കും പറഞ്ഞാൽ പക്ക ബിസിനസ് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് മാണി സി കാപ്പൻ UDF നിൽക്കുന്നത്. അദ്ദേഹം കാരണം ഈ ചെറിയൊരു പാർട്ടി 10-9 പേര് വെച്ച് ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാണി സി കാപ്പൻ്റെ എങ്ങാനും ബലത്തിൽ അവിടെ പാലായി ജയിച്ചാൽ ഒരു മന്ത്രിയാകണം മാണി സി കാപ്പന്. ഒപ്പം തന്നെ ധാരാളം കോർപ്പറേഷനുകൾ വരും. അത് പുറത്തുള്ള ആൾക്കാർക്ക് വിൽക്കണം.
കാശ് മേടിച്ച് വിൽക്കണം. ഇത് നമ്മളല്ല പറഞ്ഞത്. മാണി സി കാപ്പനുമായിട്ട് അടുത്ത് നിൽക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരാണ് പറയുന്നത് മാണി സി കാപ്പന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈ രാഷ്ട്രീയം കൊണ്ട്, അല്ലെ നാട് നന്നാക്കാനൊന്നും അല്ല, ബിസിനസ് മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന്. അതായത് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങളൊക്കെ പുറത്തുള്ളവർക്ക് വിറ്റിട്ട് അവരെ പലരെ അവരോധിക്കണം. അതൊക്കെയാണ് ഇപ്പോൾ പടലപ്പടക്കങ്ങൾ. വളരെ ചേർന്ന് നിന്ന പലരെയും ഒരു സുപ്രഭാതത്തിലാണ് അവരറിയാതെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുന്നത്. ഇപ്പൊ ആരും തന്നെ ഇല്ല, പഴയ ആൾക്കാർ ആരും തന്നെ മാണി സി കാപ്പന്റെ പാർട്ടിയിലില്ല. ഇപ്പൊ മാണി സി കാപ്പനെ മുൻനിർത്തി അടുത്ത പ്രാവശ്യം പാലാ തെരഞ്ഞെടുപ്പിൽ UDF ഇറങ്ങുകയാണെങ്കിൽ മാണി സി കാപ്പൻ തോൽക്കാൻ തന്നെയായിരിക്കും സാധ്യത. കാരണം ജോസ് കെ മാണിക്ക് മാണി സി കാപ്പന്റെ കൂടെയുള്ള ധാരാളം പേര് ഇപ്പോൾ ജോസ് കെ മാണിയുടെ കൂടെ വന്നു കഴിഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെ വിലയിരുത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ UDF ഒരു ബാധ്യതയായി UDF അല്ല, കാരണം UDF നിലമ്പൂരെടുത്ത നിലപാട് കറക്റ്റായിരുന്നു എന്ന് പിന്നീട് തെളിയിച്ചു. അതുപോലെ തന്നെ ഇവിടെയും അതേപോലൊരു ബുദ്ധി അവർ പ്രയോഗിക്കുമായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം തീർച്ചയായിട്ടും UDFന്റെ വിജയത്തിന് ജോസ് കെ മാണിയും അവരുടെ പാർട്ടിയും UDFിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവർ അതിനുള്ള കരുക്കൾ നീക്കാനുള്ള സാധ്യതയുണ്ട്. അല്ല, ജോസ് കെ മാണിയെ കൊണ്ടുവന്നിട്ടേ UDFിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ മാണി സി കാപ്പനെ വെച്ചോണ്ട് ഈ 4, 25, 10, 15 പേരെയും കൊണ്ടുള്ള പാർട്ടിയും വെച്ചോണ്ടിരുന്നിട്ട് UDFിന് ഒരു നേട്ടവും ഇല്ല. ജോസ് കെ മാണിയും ടീമിനെ കൊണ്ടുവന്നാൽ ഇനി UDFിന് നേട്ടമാണ്. UDFും ബുദ്ധിമാന്മാരാണെങ്കിൽ, UDF നേതാക്കന്മാർ ബുദ്ധിപൂർവ്വം ഉള്ള പ്രവർത്തനമാണെങ്കിൽ അതിനായിരിക്കും ഇനി ശ്രമിക്കുക. അല്ലാതെ മാണി സി കാപ്പൻ എന്ന് പറഞ്ഞ ഒരു ഏകാംഗ വ്യക്തിയെ പൊക്കിക്കൊണ്ട് നടക്കുകയല്ല വേണ്ടത്. അദ്ദേഹത്തിന്റെ ഒക്കെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, കയറി വന്നാൽ മന്ത്രിയാകുക, കോർപ്പറേറ്റ് സ്ഥാനങ്ങൾ മറ്റുള്ളവർക്ക് പൈസ മേടിച്ച് വിധിച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യ കാലത്തിന് തന്നെ ഒരു അപമാനമാണത്. അതിനൊന്നും അനുവദിച്ചു കൊടുക്കാതിരിക്കുക ഇനിയെങ്കിലും. അപ്പം ഈ നിലമ്പൂരൊക്കെ എടുത്ത പോലെ, സതീശനൊക്കെ എടുത്ത നിലപാട് പോലെ വളരെ ശക്തമായ നിലപാട് പാലായിൽ എടുക്കാൻ പറ്റിയാൽ നന്നായിരിക്കും. എന്തായാലും മാണി സി കാപ്പനെതിരെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട അദ്ദേഹത്തോടൊപ്പം സഹപ്രവർത്തകനായി പ്രവർത്തിച്ച ഒരു വ്യക്തി ഞങ്ങൾ കഴിച്ചു തരുന്ന വോയിസ് മെസ്സേജാണ് ഇപ്പം ഞങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ട് ഞങ്ങൾ പറഞ്ഞത് സത്യമാണോ എന്ന് നിങ്ങൾക്ക് വിലയിരുത്താം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജു കോട്ടുപള്ളി. മാണി സി കാപ്പൻ നേതൃത്വം കൊടുക്കുന്ന കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റും സംസ്ഥാന നിർവാഹക സമിതി അംഗവുമായിരുന്നു ഞാൻ. പാർട്ടിയുടെ സംസ്ഥാന സീനിയർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അഹമ്മദ് അമ്പലപ്പുഴയും പാർട്ടിയുടെ യുവജന വിഭാഗമായ KDYFിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന മൻസൂർ റഹ്മാനിയയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിൽ 6 നിയോജക മണ്ഡലം മുഴുവനായും 1 നിയോജക മണ്ഡലം ഭാഗികമായിട്ടും ഉള്ള നേതാക്കളും പ്രവർത്തകരും KDP വിട്ട് JSSൽ ചേരുകയുണ്ടായി. ഈ പാർട്ടിയുടെ ആരംഭകാലത്ത് ഉണ്ടായിരുന്ന ആദർശങ്ങളിൽ വന്ന വ്യതിയാനം, സാമൂഹ്യ മതേതര ചിന്തകളിൽ ഉള്ള വ്യതിയാനത്തിൽ പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രവർത്തന രീതിയിലും ഉള്ള അതൃപ്തിയിൽ ആണ് ഞങ്ങളെല്ലാവരും ഈ പാർട്ടി വിടാൻ തീരുമാനിച്ചത്. അതേപോലെ തന്നെ കോഴിക്കോട്, മലപ്പുറം, വയനാട്, കൊല്ലം, കണ്ണൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിരവധി സംസ്ഥാന ജില്ലാതല നേതാക്കളും പാർട്ടി വിട്ടു പോവുകയുണ്ടായി. ഞങ്ങൾ പാർട്ടി വിട്ട് പോകുന്നതിന് മുൻപ് നടത്തിയ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് പാർട്ടി ലയിച്ചു കഴിഞ്ഞ്, JSSൽ ലയിച്ചു കഴിഞ്ഞ് പാർട്ടിയുടെ ഇവിടുത്തെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ജിജി പുന്തല പാർട്ടിയിൽ നിന്ന് ആരും പോയിട്ടില്ലെന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയവരാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു ചെറിയൊരു പത്രക്കുറിപ്പ് ചില പ്രാദേശിക പത്രങ്ങളിലൊക്കെ ഇറക്കിയതായിട്ട് കണ്ടു. ഈ പാർട്ടിയുടെ ആരംഭകാലത്ത് പാർട്ടിക്ക് വേണ്ടി ചോരയും നീരും നൽകി ഈ പ്രസ്ഥാനത്തെ വളർത്തിയ നേതാക്കൾ പലരും പാർട്ടിയിൽ നിന്ന് പോവുകയുണ്ടായി. അതേപോലെ തന്നെ NCPയുടെ ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ബാബു കാർത്തികേയനും ഗോപിനാഥനെയും ഒരു ചതിയിലൂടെ ആദ്യം തന്നെ മാണി സി കാപ്പൻ പുറത്താക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഒരു സുപ്രഭാതത്തിൽ ഈ പാർട്ടിയുടെ ആരംഭകാലത്ത് സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സലിം B മാത്യുവിനെ ഒരു കാരണവും കൂടാതെ പുറത്താക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് KJ ജോസ്മോൻ എന്ന് പറയുന്ന ഒരാളെ പ്രസിഡൻ്റാക്കി കഴിഞ്ഞപ്പോൾ ഈ പാർട്ടിയിൽ പല പടലപ്പിണക്കങ്ങളും ഉണ്ടാകുകയും പാർട്ടിയുടെ ആ ഒരു ആരംഭകാലത്തുണ്ടായ ആ രീതികളിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് ആദർശങ്ങളിൽ വന്ന വ്യതിയാനം, മതേതരത്വ നിലപാടിലുള്ള വ്യതിയാനങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ പാർട്ടി വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അനുദിനം ഈ പാർട്ടിയിൽ നിന്ന് ആൾക്കാർ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പാർട്ടിക്ക് വേണ്ടി രജിസ്ട്രേഷനും മറ്റും ഒത്തിരി സാമ്പത്തികം മുടക്കി ഇതിൻ്റെ സംസ്ഥാന ട്രഷററായിരുന്ന, പിന്നീട് വർക്കിംഗ് പ്രസിഡൻ്റായിരുന്ന CB തോമസ്
വരെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടിയിൽ നിന്നും പുറത്തു പോവുകയുണ്ടായി. അതേപോലെ തന്നെ മഹിളകളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുമി ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഒത്തിരി വനിതകൾ ഈ പാർട്ടി വിട്ടുപോവുകയുണ്ടായി. ഇതാണ് ഈ KDPയുടെ ഇന്നത്തെ അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.